നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാനുള്ള ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ തീരുമാനം സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം 3 കോടിയുടെ അധിക ബാധ്യതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്യാബിനറ്റ് പദവി ലഭിക്കുന്നതോടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഏകദേശം 25 പേഴ്സണൽ സ്റ്റാഫുകൾ, 12 താൽക്കാലിക ജീവനക്കാർ എന്നിവരെയൊക്കെ എബ്രഹാമിന് നൽകേണ്ടി വരും. എബ്രഹാമിനെ നിയമിക്കാം. അതായത് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് 2 വർഷം കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷനും ഒപ്പം തന്നെ ആ പെൻഷനുള്ള അർഹത ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ക്യാബിനറ്റ് റാങ്കിലാണല്ലോ എത്തുന്നത്. ഉദ്യോഗസ്ഥ പദവിയിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന സുധാകര പ്രസാദിന് ക്യാബിനറ്റ് പദവി നൽകിയിരുന്നു. ക്യാബിനറ്റ് പദവി ആയതിനാൽ തന്നെ ഔദ്യോഗിക വസതിയും ഒപ്പം തന്നെ വാഹനവും അവർക്ക് ലഭിക്കും. വാഹനത്തിൽ മുന്നിൽ ഈ പൈലറ്റ് വാഹനവും ഒപ്പം തന്നെ അതിനോടൊപ്പം സഞ്ചരിക്കുവാൻ 5ഓളം പേഴ്സണൽ സ്റ്റാഫുകളും 5ഓളം പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരെയും ഒക്കെ നിയമിക്കാൻ പറ്റും. 1 കിലോമീറ്റർ ഈ എബ്രഹാം സഞ്ചരിച്ചാൽ 15 രൂപ യാത്രാബദ്ധയും സർക്കാർ നൽകേണ്ടി വരുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ മന്ത്രിസഭാ യോഗ തീരുമാനത്തിലൂടെ ഈ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഖജനാവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ ഖജനാവിന് കോടികളുടെ ബാധ്യതയാണ് ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതാണ് യഥാർത്ഥ വസ്തുതയും സത്യവും. കിഫ്ബിയിൽ ജോയിൻറ്റ് ഫണ്ട് മാനേജറായിരുന്ന ആനി ജൂല തോമസ് എബ്രഹാമിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്, സൂചനകളാണ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർക്ക് അടുത്തിടെയാണ് ഈ IAS കൺഫേം ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ അവർക്ക് പ്രിയപ്പെട്ടവരെ ഇതിനകത്തേക്ക് കുത്തി നിറയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി വരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആ സ്ഥാനത്തിന്, ഈ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിന് പുറമെ കിഫ്ബിയുടെ CEO, KDISCിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ, ഈ പദവികളിലൊക്കെ ആണ്. ഈ പദവികളും നിലവിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള K.M. എബ്രഹാം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം 3.5 ലക്ഷം രൂപയ്ക്ക് കരാർ നിയമനത്തിൽ കിഫ്ബിയുടെ CEO ആയി പ്രവർത്തിക്കുകയാണ് ഈ എബ്രഹാം എന്ന് പറയപ്പെടുന്ന മഹത് വ്യക്തിത്വം. 1-2 രൂപയിലോട്ടെ 3.5 ലക്ഷം രൂപ മാസം. 65 വയസ്സ് കഴിഞ്ഞാൽ CEO കസേരയിൽ തുടരാൻ ചട്ടമില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ CEOയുടെ പ്രായപരിധി എന്ന് പറയപ്പെടുന്നത് 65-ൽ നിന്ന് 70 ഉയർത്തിയതായാണ് മുഖ്യമന്ത്രി എബ്രഹാമിനെ വീണ്ടും തലസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്തൊരു മഹാമനസ്കതയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. ഇത് വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള വിമർശനമായിരുന്നു അന്ന് തന്നെ ഇതിനെതിരെ ഉയർന്നിരുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. നിലവിലുള്ള പദവികളിൽ ഇരുന്നു കൊണ്ട് തന്നെ സംസ്ഥാനത്തിന് എബ്രഹാം നൽകിയ സേവനങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ ക്യാബിനറ്റ് പദവി നൽകുന്നത് എന്നാണ് സർക്കാരിൻ്റെ തന്നെ ഭാഷ്യം. ഇതൊരു ഔദ്യോഗിക വിശദീകരണമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നിലവിൽ മന്ത്രിസഭാ അംഗങ്ങൾക്കും പ്രതിപക്ഷ നേതാവിനും പുറമെ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെയുള്ള പ്രത്യേകം പ്രതിനിധിയായിട്ടുള്ള KV തോമസ്, ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ ക്യാബിനറ്റ് പദവി ഉള്ളത്. ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ടുള്ള VS അച്യുതാനന്ദൻ, അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് ഇപ്പോൾ പോയത് കാരണം സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ AK ബാലനും PK ശ്രീമതിയും ഭരണപരിഷ്കാര കമ്മീഷൻ കസേര ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതൊക്കെ എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയാം. മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തനാണ് ഈ AK ബാലൻ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിനായിരിക്കും നറുക്ക് വീഴാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അതും ലക്ഷങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായേക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്നുള്ള പദവി, ആ പദവിയിലേക്കാണ് VS അച്യുതാനന്ദനും പിന്നെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് അന്ന് R. ബാലകൃഷ്ണപിള്ളയെ, കൂടാതെ ചീഫ് വിപ്പ് K. രാജൻ, കൂടാതെ ഡൽഹിയിലെ സംസ്ഥാന പ്രതിനിധിയായിട്ടുള്ള A. സമ്പത്ത്, പഴയ നമ്മുടെ MP, ഇവരൊക്കെയാണ് ക്യാബിനറ്റ് പദവി അന്ന് നൽകിയിരുന്നത്. അങ്ങനെ ക്യാബിനറ്റ് പദവി ഇവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് CEO ആയിട്ടുള്ള K.M. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കിഫ്ബിയുടെ മസാല ബോണ്ട് ക്രമക്കേട്, ആ ക്രമക്കേടിൽ തോമസ് ഐസക്കും ഒപ്പം തന്നെ ഈ എബ്രഹാമും അറസ്റ്റിൻ്റെ നിഴലിലാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ ഹൈക്കോടതിയിൽ ഇരുവരും ഹർജി നൽകിയിരിക്കുകയാണ്.
അപ്പോൾ ഈ ഹർജി ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിൽ പോകാനാണ് ഇരുവരുടെയും ഇപ്പോഴത്തെ നീക്കമെന്ന് പറയപ്പെടുന്നത്. ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ആരോപണവും നിലവിൽ KM എബ്രഹാമിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കേസിലൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി, ആ ഹർജിയൊക്കെ ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആ കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ജോമൻ പുത്തമ്പരയ്ക്ക് നൽകിയ ഹർജി അത് കക്ഷികളുടെ വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് K. ബാബു വിധി പറയാൻ ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോഴാണ് സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനം മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി നൽകാൻ പോകുന്നു KM എബ്രഹാമിന്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2018 നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണന കാത്ത് അല്ലെങ്കിൽ പരിഗണനയിലുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് KM എബ്രഹാമിനെതിരെ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ജോമൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും ആ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. വിവിധ കേസുകളിലായി തൻ്റെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും, അതെപ്പോൾ വേണം നടക്കാമെന്നും അതുകൊണ്ട് തനിക്ക് ക്യാബിനറ്റ് റാങ്ക് തരണമെന്നും മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചതും എബ്രഹാമാണ് എന്നും സൂചനകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകാൻ കഴിയുന്ന തരത്തിൽ ക്യാബിനറ്റ് പദവി കൊടുത്തത്? ക്യാബിനറ്റ് പദവിയുള്ള ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. അറസ്റ്റ് ചെയ്യുന്നതിന് ഗവർണറുടെ അനുമതി വേണം. ഈ അനുമതിയൊക്കെ വേണമെന്നുള്ളൊരു ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവിയിലേക്ക് പോയാൽ പെട്ടെന്നൊരു അറസ്റ്റിൽ നിന്ന് എബ്രഹാമിന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. മാത്രമല്ല കിഫ്ബി മസാല ബോണ്ടുകളുടെ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഒരു കണ്ണി കൂടിയാണ് KM എബ്രഹാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാതിരിക്കണമെങ്കിൽ കൊടുക്കേണ്ടത് ക്യാബിനറ്റ് പദവി തന്നെയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ രക്ഷിച്ചെടുക്കുന്നതിനും ഒപ്പം തന്നെ തനിക്കെതിരെ വരുന്ന അമ്പുകളെ അതിൻ്റെ മുന ഒടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വളരെ കൃത്യമായി KM എബ്രഹാമിന് നൽകുന്ന ക്യാബിനറ്റ് പദവിയിലൂടെ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായ KM എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകി അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യവും.